1967 പ്രദർശനത്തിനെത്തിയ അശ്വമേധം എന്ന ചലച്ചിത്രം തോപ്പിൽ ഭാസിയുടെ അതേ പേരിലുള്ള നാടകത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു. കുഷ്ഠരോഗത്തെപ്പറ്റി അക്കാലത്ത് സമൂഹത്തിൽ നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകൾക്കെതിരെയുള്ള ശക്തമായൊരു വിമർശനമായിരുന്നു അശ്വമേധം. സുപ്രിയ പിക്ചേഴ്സിൻ്റെ ബാനറിൽ ഹരിപോത്തനാണ് ഈ ചിത്രം നിർമ്മിച്ചത്. എ വിൻസെൻ്റ് ആയിരുന്നു സംവിധായകൻ. സംവിധായകന് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രം സത്യം ചെയ്യണമെന്നുള്ളത് ഒരു നിർബന്ധമായിരുന്നു. പക്ഷേ ഹരിപോത്തന് ഈ കഥാപാത്രം സത്യം ചെയ്യേണ്ട എന്നൊരു അഭിപ്രായമുണ്ടായിരുന്നു. ഒടുവിൽ സംവിധായകൻ്റെ നിർബന്ധം തന്നെ വിജയിച്ചു. സത്യൻ, പ്രേം നസീർ, ഷീല തുടങ്ങിയവരായിരുന്നു ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നൂറനാടുള്ള ലെപ്രസി സാനറ്റോറിയത്തിൽ വെച്ചായിരുന്നു അശ്വമേധം ചിത്രീകരിച്ചത്. ഇതിൽ വയലാർ ദേവരാജൻ ടീം ഒരുക്കി സുശീലാമ്മ പാടിയ മനോഹരമായൊരു ഗാനമുണ്ട്, ഉദയഗിരി ചുവന്നു. സാമൂഹിക അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഈ ഉണർത്തുപാട്ട് അന്നത്തെ സമൂഹത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത്. മന്ത്രം ചൊല്ലും ഈ യാഗഭൂമികളിൽ, ഇതിഹാസങ്ങൾ മന്ത്രം ചൊല്ലും ഈ യാഗഭൂമികളിൽ ഉയരുകയല്ലോ പുതിയൊരു ജീവിത പുനരുജ്ജീവന ഗീതം. ഉയരുകയല്ലോ പുതിയൊരു ജീവിത പുനരുജ്ജീവന ഗീതം. അന്ധകാരമേ അന്ധകാരമേ അകലേ അകലേ അകലേ, ഉദയഗിരി ചുവന്നു ഒരു യുഗമുണരുന്നു. അശ്വരഥത്തിലെഴുന്നള്ളുന്നു ശില്പി, യുഗശില്പി. ഋതുദേവതമാർത്താലമുയർത്തും ഈ രാജവീഥികളിൽ, ഋതുദേവതമാർത്താലമുയർത്തും ഈ രാജവീഥികളിൽ ഉയരുകയല്ലോ ശാസ്ത്രയുഗത്തിൻ പുതിയ കുളമ്പടിനാദം. ഉയരുകയല്ലോ ശാസ്ത്രയുഗത്തിൻ പുതിയ കുളമ്പടിനാദം. വിശ്വസത്യമേ വിശ്വസത്യമേ ഇതിലേ ഇതിലേ ഇതിലേ, ഉദയഗിരി ചുവന്നു ഒരു യുഗമുണരുന്നു. അശ്വരഥത്തിലെഴുന്നള്ളുന്നു ശില്പി, യുഗശില്പി. 1964 പ്രദർശനത്തിനെത്തിയ ചിത്രലേഖ ഒരു ചരിത്ര സിനിമയായിരുന്നു. കിദാർ ശർമ്മ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പ്രദീപ് കുമാറും മീനാകുമാരിയുമായിരുന്നു മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ചത്. 3 വർഷം മുമ്പ് ഔട്ട്ലുക്ക് വാരിക ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെ മികച്ച ഗാനം തിരഞ്ഞെടുക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതിയെ ഏർപ്പാടാക്കി. പ്രശസ്ത ഗായകരും കവികളും സംഗീത സംവിധായകരും എല്ലാമായിരുന്നു ഈ പാനലിലെ അംഗങ്ങൾ. മികച്ച ഗാനമായി അവർ തിരഞ്ഞെടുത്തത് ചിത്രലേഖ എന്ന ചിത്രത്തിലെ മനുരേ എന്ന റഫി ക്ലാസിക്കായിരുന്നു. ഒരു തുളസീദാസ് ഭജനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സാഹിർ രചിച്ച വരികൾക്ക് ഈണമിട്ടത് റോഷൻ.